الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന് പറയപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ നാമങ്ങളിൽ പല പേരുകളും അറിയുന്നവരും പഠിച്ചവരുമാണ് നമ്മളെല്ലാവരും. അല്ലാഹു റഹീമാണ്, അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു വദൂദാണ്, അല്ലാഹു ജബ്ബാറാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളാണ്, അവൻ്റെ വിശേഷണങ്ങളാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള, ഏറെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നാമമാണ് അല്ലാഹു അസ്സലാമാണ് എന്നുള്ള നാമം. അല്ലാഹുവിന് അസ്സലാം എന്ന ഒരു പേരുണ്ട്. എന്താണ് അസ്സലാം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവാണ് സമാധാനം അരുളുന്നവൻ, അല്ലാഹുവാണ് സുരക്ഷയേകുന്നവൻ,
എന്നാണ് അസ്സലാം എന്നതിൻ്റെ അർത്ഥം. അപ്പം അള്ളാഹു അസ്സലാമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് സമാധാനം നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് സുരക്ഷയേകുന്നവൻ. അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. തീർച്ചയായും സലാം എന്നുള്ളത് ഇസ്മാണ്. അറബി പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നർത്ഥം. ഇസ്മാണ്. ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അള്ളാഹുവിനുള്ള ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത്. വദഅഹുല്ലാഹു ഫിൽ അർദ് ഫഫ്ശുസ്സലാമ ബൈനക്കും. അള്ളാഹു ഭൂമിയിൽ സലാമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഭൂമിയിൽ സലാമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം. സലാം പറയുന്നതിനെ നിങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സലാം പറയുന്ന ആൾക്കാരാണ്. വിശ്വാസികളായ ആളുകൾ പരസ്പരം കാണുന്ന സമയത്ത് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ആ അസ്സലാം എന്നുള്ളത് എന്താണ്? അത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ ഒരു പേരാണ്. ആ പേര് പഠിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വ്യാപിപ്പിക്കാൻ, അഥവാ അസ്സലാം പറയാൻ, ആളുകളോട് സലാം പറയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതു മുതലാണ് സലാമിനെ അള്ളാഹു പഠിപ്പിച്ചത്? മഹാനായ ആദം നബിയെ അള്ളാഹു പടച്ച സമയം ഹദീത്തിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പടച്ചു. 60 മുഴം നീളമുണ്ടായിരുന്നു ആദം നബിക്ക്. അങ്ങനെയാണ് ആദം നബിയെ പടച്ചത്. എന്നിട്ട് ആദം നബിയെ പടച്ചതിന് ശേഷം അള്ളാഹു ആദം നബിയോട് പറയുന്നത്, സുമ്മ ഖാല, അള്ളാഹു ആദമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക മിനൽ മലായിക. അവിടെ മലക്കുകളുണ്ട്. മലക്കുകളെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയാണ്, നീ അവരോട് പോയിട്ട് എന്ത് ചെയ്യണം? സലാം പറയണം. അവരോട് നീ സലാം പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്തമിഅ മാ യുഹയ്യൂനക്. അവർ സലാം, നീ അവരോട് സലാം പറയുമ്പോൾ അവർ എന്താണ് അതിന് പ്രത്യുത്തരമായി പറയുന്നത്, അവരെന്താണ് മറുപടി പറയുന്നത് എന്നത് നീ എന്ത് ചെയ്യണം? ഫസ്തമിഅ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം നോക്കൂ, നിങ്ങൾ ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് തന്നെ അള്ളാഹു ആദം നബിയോട് പറയണം, ആദമേ നീ പോയി സലാം പറയണം. ആരോട്? മലക്കുകളോട് സലാം പറയണം. എന്നിട്ട് മലക്കുകൾ ആ സലാമിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നീ എന്ത് ചെയ്യണം? നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തിനു വേണ്ടിയാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഹിയ്യതുക വ തഹിയ്യതു ദുർരിയതിക. തഹിയ്യതുക വ തഹിയ്യതു ദുർരിയതിക, നീ പറയാൻ പോകുന്ന സലാമാണ്, അതേപോലെ തന്നെ അവർ നൽകുന്ന അതിനുള്ള പ്രത്യുത്തരമാണ് നിന്റെയും നിന്റെ ഉമ്മത്തിൻ്റെയും നിന്റെ സന്താന പരമ്പരകളുടെയും സലാം. അതാണ് അവർ സലാമായി, അഭിവാദനമായി അവർ അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് മഹാനായ ആദം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആദം നബി ചെന്ന് അവരോട് സലാം പറഞ്ഞു. മലക്കുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫഖാലു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്തു? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞെന്ത് ചെയ്തു? അവർ സലാം മടക്കി എന്നാണ് ഹദീസിലുള്ളത്. അപ്പം ഞാനും നിങ്ങളും സലാം പറയുന്ന ആൾക്കാരാണ്. സലാം പറയാൻ അറിയാത്ത ആരും ഈ പള്ളിയിലില്ല. നമ്മുടെ ജീവിതത്തിൽ പലതവണ നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് ഈ സലാം തുടങ്ങിയത്? ഈ സലാമിൻ്റെ ചരിത്രം എന്താണ് നമ്മളിൽ ആർക്കും അറിയില്ല. ആരും പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ സലാമിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിപ്പിനോളം പഴക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവ്വ പിതാവായ ആദം നബിയെ പടച്ച സമയത്ത് തന്നെ ആദം നബിയെ പഠിപ്പിച്ച കാര്യമാണ് എന്ത് ചെയ്യണം? സലാം പറയണം, പരസ്പരം സലാം ഓതണം. എന്നിട്ട് ആ സലാം പറയുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. ഈ സലാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹുക്മ് നമ്മൾ പറയും, അതിൻ്റെ വിധി നമ്മൾ പറയുമ്പോൾ ഒന്ന് സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്.
സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. അത് 7 കാര്യങ്ങൾ എണ്ണി പറയും, ഞാനത് വിശാലമായി പറയുന്നില്ല. ഇത് ഒന്ന്, അയ്യാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കണം, ജനാസയെ അനുഗമിക്കണം, ഒരാൾ തുമ്മിയാൽ ഇർഹമുക്കല്ലാ എന്ന് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇഫ്ശാഇസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, സലാം പറയണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 കൽപ്പന ഉണ്ട്. ആ 7 കൽപ്പനയിൽ ഒന്നെന്താ? വിശ്വാസികളായ ആളുകൾ പരസ്പരം എന്ത് ചെയ്യണം? സലാം പറയണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ സുന്നത്താക്കപ്പെട്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കിയ കാര്യമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 എണ്ണമാണ്, 6 കാര്യങ്ങളാണ്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ ആ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഓരോ കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചു. അതിലൊന്നെന്താ? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവനോട് എന്ത് ചെയ്യണം? അവനോട് സലാം പറയണം, അവനോട് സലാം പറയണം. അപ്പൊ നോക്കൂ, നിങ്ങൾ സലാം പറയുക എന്നുള്ളത് നമ്മുടെ ദീനിൽപ്പെട്ട കാര്യമാണ്. ദീന് ശറആക്കിയ, ദീന് നിയമമാക്കി തന്ന ഒരു പുണ്യകർമ്മമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത്. അപ്പൊ സലാം പറയുന്നതിൻ്റെ വിധി എന്താ? സലാം പറയൽ സുന്നത്താണ്. എന്നാൽ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാലോ മടക്കൽ വാജിബാണ്, മടക്കൽ നിർബന്ധമാണ്. സലാം പറഞ്ഞാൽ അത് മടക്കാതിരിക്കാൻ പാടില്ല. അത് മടക്കൽ ആ കേട്ടയാളുടെ മേൽ വാജിബായ കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. അങ്ങനെയാണ് ഖുർആന്റെ കൽപ്പന. എന്താ ഖുർആൻ പറയും? നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഭിവാദ്യം അർപ്പിക്കുക. അതല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു പറയുക. എന്താണ് അങ്ങോട്ട് അത്ര പറയാം? ആദ്യത്തെ കൽപ്പന എന്താ? ഇങ്ങോട്ടൊരാൾ സലാം പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യുക? അയാളോട് പറയാം. എന്താ ഞാൻ വിശദീകരിക്കുക? അല്ലെങ്കിലോ അയാൾ പറഞ്ഞ അത്രയെങ്കിലും പറയണം. അപ്പം ഖുർആനിന്റെ കൽപ്പനയാണ് ഒരു സലാം പറഞ്ഞാൽ അത് മടക്കണം എന്നുള്ളത്. അത് മടക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ ഹുക്കും എന്താ? സലാം പറയൽ സുന്നത്താണ്. സലാം മടക്കുക എന്നുള്ളത് എന്താ? അത് വാജിബാണ്. മഹാനായ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ അവർ സലാം പറയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. സലാം പറയൽ നിർബന്ധമാണ്. 2 ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണം, സലാം പറയാതിരിക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. അതിൽ ഇജ്മാ ഉണ്ട് എന്നൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം. അത് പ്രബലമായ സുന്നത്താണ്. ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മൾ സലാം മടക്കണം. അത് വാജിബാണ്, അത് നിർബന്ധമായ കാര്യമാണ്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. സലാം പറയാനും അറിയാം, മടക്കാനും അറിയാം. എന്നാൽ അവിടെ ഒരു പ്രത്യേകമായ പുണ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള ഒരു തുടർച്ചയായ ഖുത്ബയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സലാം പറയുന്ന വിഷയത്തിൽ വലിയൊരു പുണ്യമുണ്ട്. എന്താ പുണ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യൻ അയാൾ നബിന്റെ സദസ്സിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും, നബിയെ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ആ സദസ്സിലുള്ള ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റുൻ. അപ്പൊ നബി പറഞ്ഞു, സലാമൊക്കെ മടക്കിയിട്ട് നബി പറഞ്ഞു അശ്റുൻ, 10 എന്ന് പറഞ്ഞു. 10 എന്ന് പറഞ്ഞു. സുമ്മ ജാഅ ആഖർ, പിന്നെ വേറൊരു മനുഷ്യൻ വന്നു. ഫഖാല, അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അയാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇശ്റൂൻ, 20 എന്ന് പറഞ്ഞു. സുമ്മ ജാഅ ആഖർ, പിന്നെ മൂന്നാമതൊരു മനുഷ്യൻ വന്നു. അയാൾ എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 30 എന്ന് പറഞ്ഞു. എന്താ സംഭവം? എന്താണ്? നബിന്റെ സദസ്സിലേക്ക് ഒരാൾ വരുന്നു, അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ നബി 10 എന്ന് പറഞ്ഞു. ആ 10 എന്താ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലി കിട്ടും. ഒരാൾ സലാം പറയാണ്, അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലി കിട്ടും. ആ സലാം പറയുന്ന വ്യക്തി അതിൻ്റെ കൂടെ അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ള എന്ന് ചേർത്താലോ 20 കൂലിയായി. അയാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാലോ അയാൾക്ക് 30 കൂലിയായി. സലാം പറയുന്ന ഒരു മേഖലയിൽ തന്നെ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 കൂലി വരെ വാങ്ങാൻ പറ്റും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ മറന്നുപോകും, ഗഫലത്തിലാകും, മനുഷ്യന്മാരാണല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ഒരു കൂലിയുണ്ട്, ഒരു വലിയ പ്രതിഫലമുണ്ട്. സലാം അടക്കുമ്പോഴോ നേരത്തെ ഖുർആനിൽ പറഞ്ഞു, നിങ്ങളോട് ഒരാൾ സലാം പറഞ്ഞാൽ ആ പറഞ്ഞതിനേക്കാൾ നല്ലത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അതെന്താ? ഒരാൾ നമ്മൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അതാണ് പറഞ്ഞതിനേക്കാൾ നല്ലത്. ഇനി ഒരാൾ അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാലോ അയാളോട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതിനേക്കാൾ നല്ലതാണ്. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ സലാം പറയുന്ന മേഖലയിൽ ഒരു 30 പ്രതിഫലം ഒരു പ്രയാസമല്ലാതെ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ സലാം പറയുന്ന മേഖലയിൽ നമ്മൾ എവിടെയുള്ളത്? നമ്മൾ സലാം പറയുന്ന വിഷയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടുകാരോട് സലാം പറയണം. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. അപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കയറുന്ന ആൾക്കാരാണ് അല്ലേ? പല ആളുകളും വീട്ടിൽ കയറുമ്പോൾ സലാം പറയില്ല. കൂട്ടുകാരെ കണ്ടാൽ സലാം പറയും അല്ലേ? ദീനൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെ കണ്ടാൽ സലാം പറയും. അതിനൊക്കെ നമ്മൾ ഉഷാർ. സ്വന്തം വീട്ടിൽ കയറുമ്പോൾ സലാം പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഖുത്ബ കേൾക്കാൻ ഈ സ്കൂളിൻ്റെ സമീപത്തായത് മക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എത്ര ആളുകൾ സ്വന്തം ബാപ്പാരോട് സലാം പറയാറുണ്ട്? കുട്ടികളെ ആലോചിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചിന്തിച്ചാൽ മതി, നമ്മളെ ബാപ്പാരോട് നമ്മൾ സലാം പറയാറുണ്ടോ? നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടാൽ അവരോട് സലാം പറഞ്ഞ് കൈ കൊടുക്കും. അവരോട് സലാം പറഞ്ഞ് നമ്മൾ കൈ കൊടുക്കും അല്ലേ? ഒരു 5 വയസ്സ് 6 വയസ്സ് ഏറി വന്നാൽ ഒരു 8, 9, 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാപ്പാരായിട്ട് മക്കൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. ബാപ്പാരങ്ങനെ കാണുമ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ വേറെ വഴിക്കും മക്കൾ വേറെ വഴിക്കോ പോകാറുള്ളത്. വളരെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സലാം പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഖുർആന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ഖുർആന്റെ കൽപ്പനയാണ്, സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കിടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? സലാം പറയുകയും ചെയ്യണം. നമ്മൾ വേറെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയണം, അതിൽ സംശയമൊന്നുമില്ല. അനുവാദം കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വേറെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. അവിടെയുള്ള അനുവാദം എന്താ? അവരോട് സലാം പറയാന്നുള്ളതാണ്. അപ്പോൾ സലാം പറയുമ്പോൾ അവർ സലാം അടക്കും. എന്നിട്ട് അനുവാദം തന്നാലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ വീട്ടിൽ, അത് വീടുമായി ബന്ധപ്പെട്ട മര്യാദ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്കത് പറയാം. അപ്പോൾ ഇവിടുത്തെ നിയമം എന്താ? സലാം പറയണം. നമ്മൾ നമ്മുടെ വീട്ടിൽ കയറുമ്പോഴോ അപ്പോഴും സലാം പറയണം. നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് എന്ത് ചെയ്യണം? സലാം പറയണം. സ്വഹാബികൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കാന്ന് വിചാരിക്കും, ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു മറ വന്നു, ഒരു മരോ അല്ലെങ്കിൽ ഒരു ചുമരോ എന്തെങ്കിലുമൊക്കെ ഒരു മറ വന്നു. അങ്ങനെ മറ വന്ന് രണ്ടാൾ 2 വഴിക്കായി. തൊട്ട് അടുത്ത സമയത്ത് അവർ വീണ്ടും കണ്ടുമുട്ടിയാൽ അവർ വീണ്ടും സലാം പറയും. അത്രമാത്രം സലാമിന് പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരം എന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അപ്പം സലാം പറയാന്നുള്ളത് എന്താ? ഒന്ന് നബിയുടെ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അതൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. നമ്മുടെ ദീനിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക്? നമ്മുടെ ദീനിൻ്റെ മഹത്വം എന്താണെന്നറിയോ? നോക്കൂ നിങ്ങൾ, ഇസ്ലാം കൽപ്പിച്ച ഈ എന്താ പറയുക, തുടക്കത്തിൽ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പഠിപ്പിച്ച വാചകത്തേക്കാൾ നല്ല ഒരു വാചകം ഏത് മതാ പഠിപ്പിക്കുന്നത്? ഏത് മതാ പഠിപ്പിച്ചിട്ടുള്ളത്? സാധാരണ ചില ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയും, അല്ലെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വേറെ വാചകം പറയും, പല വാചകങ്ങളും പറയും പല സമയത്തിനനുസരിച്ച്. നമുക്ക് ആ വാചകം എല്ലാ സ്ഥലത്തും ഫിറ്റാണ്. ഒരു മരണ വീട്ടിലേക്ക് ചെല്ലാണ്, രാവിലെ കടന്നു ചെല്ലുക, ആ വീട്ടുകാരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എന്തൊക്കെയാണ് അവസ്ഥ? അയാൾക്ക് നല്ല മോർണിംഗ് ആണത്. എന്നാൽ നോക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യർ മരണ വീട്ടിൽ ചെല്ലുക, എന്താ പ്രാർത്ഥിക്കുക? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം. നോക്കി എത്ര ഭംഗിയുള്ള പ്രയോഗമാണത്, എത്ര സുന്ദരമായ പ്രയോഗമാണ്. നമ്മുടെ മതത്തിൻ്റെ ഇസ്സത്താണത്. ഇത് ദൈവീകമായ മതമാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അവൻ്റെ നാമമാണ്, അവൻ്റെ പേരാണ് പരസ്പരം പറയാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്ന ആളുകളാകണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. ളാമിൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഗ്യാരണ്ടി എന്നതിൻ്റെ അർത്ഥം. നമ്മളൊരു വസ്തുക്കൾ 10 വർഷത്തെ ഗ്യാരണ്ടി, 5 വർഷത്തെ ഗ്യാരണ്ടി എന്നൊക്കെ പറയും. അതേപോലെ അള്ളാഹു റസൂൽ പഠിപ്പിക്കുക, 3 കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു അവരുടെ വിഷയത്തിൽ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. അവരാരാ? അതിലൊരു വിഭാഗം ആളുകൾ ആരാ? അതിലൊരു വിഭാഗം ആളുകൾ മൻ ദഖല ബൈതഹു ഫസല്ലിം, വീട്ടിൽ കയറുമ്പോൾ സലാം പറയുന്ന ആൾക്കാരാ. വീട്ടിൽ കയറുമ്പോൾ സലാം പറയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികൾ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, യുവാക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? പരസ്പരം സലാം പറയാം. ഭാര്യ ഭർത്താവിനോട് സലാം പറയണം, ഭർത്താവ് ഭാര്യനോട് സലാം പറയണം, മക്കൾ വാപ്പാരോട് സലാം പറയണം, ഉമ്മാരോട് സലാം പറയണം. ആ സലാമിനെ വ്യാപിപ്പിക്കുന്ന, ഇസ്ലാം നിയമമാക്കി തന്ന സലാം എന്ന് പറയുന്ന മര്യാദയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാ, അനസേ, വീട്ടിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം? നീ സലാം പറയണം. കുഞ്ഞുമോനെ, നീ സലാം പറയണം. നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് നീ സലാം പറയണം. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് നൽകുന്ന കാര്യമാണെന്നാ. അതുകൊണ്ട് എന്തു വേണം? നമ്മൾ സലാം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഏറെ പുണ്യമുള്ള കർമ്മം അത് ജീവിതത്തിൽ ശീലമാക്കുന്ന ആൾക്കാരാകണം. ആരോടാ സലാം പറയേണ്ടത്? അറിയുന്ന ആൾക്കാരോട് മാത്രമല്ല, അറിയാത്തവരോടും പറയണം. അറിയാത്തവരോട് പറയണം. മുസ്ലിമായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ സലാം പറയണമെന്നാണ്. അതാരാകട്ടെ, മുസ്ലിമാണോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണോ, അത് അംഗീകരിച്ച മുസ്ലിമാണ്, അവനോട് സലാം പറയണം. അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് ആൾക്കാരായിക്കോട്ടെ. മനസ്സിലായില്ലേ? അവിടെ വകതിരിവ് കാണിക്കാൻ പാടില്ല, ഓരോട് സലാം പറയാൻ പാടില്ല, ഇവരോട് അങ്ങനത്തെ ഒരു മസ്അല നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അവിശ്വാസികളോട് സലാം പറയാൻ പറ്റുമോ? അതൊരു വലിയ മസ്അലയാണ്. പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയുള്ള വിഷയമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത്, അവിശ്വാസികളായ ആളുകൾ, മുസ്ലിം അല്ലാത്ത ആളുകൾ, അവരോട് അങ്ങോട്ട് പോയി നമ്മൾ സലാം പറയണ്ട. അവരോട് അങ്ങോട്ട് പോയി നമ്മൾ സലാം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അവരിൽ ചില ആൾക്കാർ ഇങ്ങോട്ട് സലാം പറയും, അവരിങ്ങോട്ട് സലാം പറയും. അവരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് മതങ്ങൾ തമ്മിൽ പരസ്പരം ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് ഫാത്തിഹ സൂറത്ത് അറിയാം, സൂറത്തു നാസും ഫലക്കും ഇഖ്ലാസും ഒക്കെ അറിയാം, അവർക്ക് സലാം അറിയാം. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് സലാം പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളോട് ഇങ്ങോട്ട് അവർ സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് പറയാൻ പറഞ്ഞു. വ അലൈക്കും, നിങ്ങൾക്കും ഉണ്ടാകട്ടെ, എന്താണോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ല, എന്ത്? മുസ്ലിമായ ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാൽ അവരോട് എന്ത് ചെയ്യണം? അവരോട് സലാം പറയണം. സലാം പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠത ആദ്യം ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത് അവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്, അവർക്കാണ് കൂടുതൽ പുണ്യമുള്ളത്. പ്രത്യേകിച്ച് പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ, രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിന്ന് വിചാരിക്കും, 3 ദിവസത്തിലധികം പരസ്പരം പിണങ്ങി കഴിയാൻ പാടില്ല. 3 ദിവസത്തിലേറെ പരസ്പരം മിണ്ടാതെ ഒരു വിശ്വാസി ജീവിക്കാൻ പാടില്ല. അവൻ്റെ അമലുകൾ ഉയരൂല, അവൻ്റെ അമൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ ആദ്യം ആരാണോ പോയി സലാം പറയുന്നത് അവർക്കാണ് ഏറെ മഹത്വമുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വഴിയിൽ വെറുതെ ഇരിക്കരുത്, റോട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വഴികളോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ വഴിയോടുള്ള ബാധ്യത? അവിടെ നബി എണ്ണി പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നെന്താ അറിയോ? സലാം പറയുക എന്നുള്ളതാണ്. റോട്ടിലിരിക്കും പല മനുഷ്യന്മാരെയും കാണും, അപ്പോൾ അവരോടൊക്കെ സലാം പറയുക എന്നുള്ളത് വഴികളിൽ നമ്മൾ പാലിക്കേണ്ട ബാധ്യതയായിക്കൊണ്ടാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ സ്വർഗത്ത് കടക്കൂല ഏതുവരെ? നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ, പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ. എന്നിട്ട് നബി പറയാ, അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നബി പറയാണ്, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ ഇഷ്ടം ഉണ്ടാകും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരാകും. എന്നിട്ട് നബി എന്താണ് അതിൻ്റെ ആ വഴി എന്താ പറഞ്ഞെടുത്തത്? നബി പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയാ. അന്യോന്യം സലാം പറയാ എന്നുള്ളത് എന്താണ്? പരസ്പരം ഇഷ്ടമുണ്ടാകാനുള്ള, സ്നേഹമുണ്ടാകാനുള്ള വഴിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. അത് ഉമ്മയാകട്ടെ, ബാപ്പയാകട്ടെ, മക്കളാകട്ടെ, ഭർത്താവാകട്ടെ, ആരാകട്ടെ, മുസ്ലിമാണോ, എന്ത് ചെയ്യണം? പരസ്പരം സലാം പറയുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി ഒരിക്കൽ ചോദിക്കുക, അന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, നബിയെ ഇസ്ലാമിലെ ഏറ്റവും ഖൈറായ കാര്യം എന്താ? നബിയോടുള്ള ചോദ്യമാണ്.
അപ്പൊ നബി പറഞ്ഞു തുതഇമുത്താം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, വതഖറഉസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയാ. അത് ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സലാമിൻ്റെ മഹത്വം എത്രയാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടോ സലാം പറയാൻ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് സലാം പറയാൻ? അതുകൊണ്ട് സലാം പറയുന്ന ആളുകളാണ് നമ്മൾ. ആ സലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ മേഖലയിൽ അബദ്ധങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒന്നുകൂടെ ആ മേഖലയിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന പുണ്യങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലമൂത്ര വിസർജന സമയത്ത് ആ സമയത്ത് സലാം പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കുട്ടികൾ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. നടന്നു വരുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണം. ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. അങ്ങനെ സലാം പറയുന്നതിൻ്റെ അഹ്കാമുകൾ, അതിൻ്റെ വിധികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. സ്ത്രീകൾക്ക് പുരുഷന്മാരോട് സലാം പറയാം, പ്രശ്നമൊന്നുമില്ല. പുരുഷന്മാർക്ക് സ്ത്രീകളോട് സലാം പറയാം, അതിനും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബ വനിതകൾ സലാം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ വനിതകളോട് ഭാര്യമാരല്ലാത്ത ആളുകളോട് സലാം പറഞ്ഞതൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്യാൻ പാടില്ല, അത്തരമൊരു ബന്ധം, അത്തരമൊരു സലാം അവിഹിതമായ മേഖലകളിലേക്ക് പോകാൻ പാടില്ല, പൈശാചികമായ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ മേഖലയിൽ നിന്ന് ലഭിക്കാവുന്ന പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സമീപത്തുള്ള പുതിയങ്ങാടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ നടത്തിയ ഒരു നേർച്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നേർച്ചയുടെ ഭാഗമായി ആനകളെ കൊണ്ടുവരികയും ആന ഇടയുകയും ഒരു മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വിശ്വാസികളായ ആളുകളുടെ ഇടയിൽ അത്തരമൊരു ചർച്ച സജീവമായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരുന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രയോഗമാണ്. ആനകളെയും അതേപോലെ തന്നെ മറ്റുള്ള ആഘോഷങ്ങളുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. ഒരു നേർച്ച എന്ന് പറയുമ്പോൾ അതിന് ഇസ്ലാമുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട മേഖലയാണ് എന്താണ് ഇസ്ലാമിലെ നേർച്ച എന്നുള്ളത്. ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായും ഞാൻ ചെയ്യുമെന്നൊരാൾ തീരുമാനിച്ചാൽ അതിനാണ് നെതിർ, നേർച്ച എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ പറയാം, എത്ര സിമ്പിളാണ്. സുന്നത്തായ ഒരു കാര്യം, ഉദാഹരണത്തിന് എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. ഒരാൾ പറയാണ് അടുത്ത തിങ്കളാഴ്ച സുന്നത്തായ നോമ്പ് ഞാൻ നിർബന്ധമായിട്ട് നോൽക്കും, അല്ലെങ്കിൽ ആ നോമ്പ് നോൽക്കാൻ ഞാൻ നേർച്ചയാക്കി. ആ നോമ്പ് അയാളുടെ മേൽ നിർബന്ധമായി, അത് നേർച്ചയാക്കി, അത് നിർബന്ധമായി. അതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നേർച്ച എന്ന് എത്ര സിമ്പിളാണ്. സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായി ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ നേർച്ചയാക്കുക. ഐച്ഛികമായ ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കി, അതിനാണ് നേർച്ച എന്ന് പറയാം. അങ്ങനെ ഒരാൾ നേർച്ചയാക്കിയാൽ അത് ചെയ്യൽ നിർബന്ധമാണ്, അത് ചെയ്യൽ നിർബന്ധമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ നേർച്ചക്ക് ആനൻ്റെ ആവശ്യമില്ല, പടക്കത്തിൻ്റെ ആവശ്യമില്ല, പൂത്തിരി കത്തിക്കേണ്ട ആവശ്യമില്ല, ഒരു തോന്നിയാസത്തിൻ്റെ ആവശ്യമില്ല ഇസ്ലാമിലെ നേർച്ചക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മത നിയമമാക്കിയ കാര്യമാണ് നേർച്ച എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. നേർച്ചയെ അവർ നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും. വിശ്വാസികളുടെ ഗുണമാണ്. നേർച്ചയാക്കിയാൽ ആ നേർച്ച അവർ നിറവേറ്റും. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെയൊക്കെ നാട്ടിൽ നടക്കുന്ന പള്ളികളിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന നേർച്ചകൾ, അവിടെ നമ്മൾ എന്തായി നിറവേറ്റണത്? അവിടെ എന്ത് നേർച്ചയാണ് നടക്കുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ അവിടെ കൊല്ലപ്പെടുകയാണ് ദാരുണമായിക്കൊണ്ട്. അയാൾ ആന അയാളെ തൂക്കിയ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും.
എത്ര വേദന നിറഞ്ഞ കാര്യമാണത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഇസ്ലാമിൻ്റെ പേരിലാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ആളുകളോട് ഒരുമിച്ച് കൂടുന്നത്. ഇസ്ലാമിലൊരു നേർച്ചക്ക് ആൾക്കാർ ഒരുമിച്ച് കൊണ്ടൊരു ആവശ്യമില്ല. കാരണം എന്താ? നേർച്ച എന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അതൊരു ഇബാദത്താണ്, ഒരു കൂലി കിട്ടുന്ന കാര്യമാണ്, നമ്മൾ സ്വന്തം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐച്ഛികമായൊരു കാര്യം ഞാൻ ഉറപ്പായും ചെയ്യുമെന്ന് പറയാം, അതിനാ നേർച്ച എന്ന് പറയാം. പണ്ഡിതന്മാർ എത്രമാത്രം ചർച്ച നടത്തി ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും നിങ്ങൾ നേർച്ച നേരരുതെന്നാ. ഇപ്പം ചിലപ്പോൾ കുട്ടികളൊക്കെ നേർച്ചയാക്കും, ഞാൻ 10ാം ക്ലാസ് ജയിച്ചാൽ എന്ത് ചെയ്യുക, ഞാൻ ഇത്ര പൈസ പള്ളിക്ക് കൊടുക്കും. ചില ആൾക്കാരെ നേർച്ചയാണ്. അതിനെപ്പോലും പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം എന്താ? അത് ദുനിയാവുമായി ബന്ധപ്പെട്ട് അതല്ല നേർച്ച എന്ന് പറഞ്ഞാൽ. നേർച്ച എന്ന് പറഞ്ഞാൽ ദുനിയാവുമായി രോഗം മാറാന്, വിജയിക്കാന്, വിസ കിട്ടാന്, മക്കൾ, അതിന് നല്ല നേർച്ച നേരം. നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ അള്ളാഹു നിയമമാക്കിയൊരു കാര്യം, ഐച്ഛികമാക്കിയൊരു കാര്യം, അത് ഞാൻ നിർബന്ധമായി ചെയ്യാം, അതിനെ നേർച്ച എന്ന് പറയാം. എന്നാൽ ഒരാൾ ഇങ്ങനെ നേർച്ചയാക്കിയാലോ, ഒരാൾ നേർച്ചയാക്കി ഞാൻ ജയിച്ചാൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെ നേർച്ചയാക്കിയാൽ ജയിച്ചോ ഇല്ലെന്നൊന്നും പ്രശ്നമല്ല. നേർച്ചയാക്കിയോ നിറവേറ്റണം, നിർബന്ധമാണ്. അത് അയാളുടെ മേൽ നിർബന്ധമാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കുക. സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ പലതും പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമാണ് എന്ന് പറയാനും അതിൻ്റെ കൂടെ ആളുകൾ കൂടുന്നതും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ദീനിലുള്ളതാണോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന ഒരു അന്വേഷണം നടത്താനും സത്യസന്ധമായി പഠിക്കാനും നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ്. പരലോകത്ത് ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. പള്ളി കമ്മിറ്റിക്കാരും ഉണ്ടാകില്ല, സെക്രട്ടറിയും പ്രസിഡന്റും മൂല്യന്മാരാരും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ മാത്രം ഉണ്ടാകുക. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടത്. നാളെ അല്ലാഹു നമ്മുടെ കയ്യിലാണ് നമ്മുടെ കർമ്മരേഖ തരിക. അത് വേറെ ആരുടെ കയ്യിലും കൊടുക്കൂല. അത് നമ്മളെ വായിച്ചു നോക്കേണ്ടി വരിക. ആ കർമ്മരേഖകളെ വെച്ചാണ് അള്ളാഹു നാളെ വിചാരണ നടത്തുക. അതുകൊണ്ട് തന്നെ പരലോകത്ത് അള്ളാഹു വിചാരണ നടത്തുമ്പോൾ അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനിലില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പഠനം നടത്താനും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.